രാഷ്ട്രീയ നിരീക്ഷകൻ മിഥുൻ വിജയകുമാറാണെന്ന് നമുക്കൊപ്പം ചേരുന്നത്. മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചർച്ച റാണയാണ്, തഹാവൂർ ഹുസൈൻ റാണ. റാണ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യൻ ഭരണ സംവിധാനം ഇന്ത്യയിലേക്ക് റാണയെ കൊണ്ടുവന്നു. ഇതിനൊക്കെ മുന്നേ ഒരു ചരിത്രമുണ്ട്. അതായത് മുംബൈ ഭീകരാക്രമണം 2008 നവംബർ 26 നടന്ന സമയത്ത് അന്ന് അജ്മൽ കസബ് എന്ന് പറയുന്ന 22 വയസ്സുള്ള തീവ്രവാദി ജീവനോടെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഹിന്ദു തീവ്രവാദികൾ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന നരേറ്റീവ് ഉണ്ടാക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ ശ്രമിച്ചേനെ. തീർച്ചയായും അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഒരു പക്ഷേ രാകേഷ് മാരിയ, അന്നത്തെ പോലീസ് കമ്മീഷണർ, അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഈ പറയുന്ന പോലെ അജ്മൽ കസബിനെ പിടികൂടാൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇതൊരു ഹിന്ദു തീവ്രവാദത്തിന്റെ ഒരു ആംഗിൾ ഇതിന് കൊടുത്തേനെ. നമ്മൾ പലപ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കണ്ടിട്ടുള്ളതാണ്. ദിഗ്വിജയ് സിംഗിനെ പോലുള്ള ആളുകൾ ഒരു ബുക്ക് ലോഞ്ചിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അതായത് ഇതിലൊരു ഹിന്ദു ടെററിന്റെ ആംഗിൾ ആണുള്ളത്. അപ്പം അജ്മൽ കസബ് അന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഇതിന് തീർച്ചയായും ഒരു ഹിന്ദു ടെറർ ആംഗിൾ കൊടുത്തുകൊണ്ട് ഇതൊരു ഹിന്ദു തീവ്രവാദം എന്ന രീതിയിലേക്ക് ഇതിനെ ചിത്രീകരിച്ചേനെ. കാരണം അജ്മൽ കസബിന്റെ ID കാർഡ് ഒരു ഹിന്ദു പേരായിരുന്നു, സമീർ ചൗധരി. യെസ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഒരു പക്ഷേ ഇതിനെ ടോട്ടലി മാറ്റിമറിക്കാൻ ഈ പറഞ്ഞ പോലെ ഒരു ലെഫ്റ്റ് ടു സെൻട്രൽ പൊളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് സാധിച്ചേനെ എന്ന് തോന്നുന്നുണ്ട്. അതിപ്പം കോൺഗ്രസിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന മനീഷ് തിവാരിയെ പോലുള്ള ആളുകൾ പോലും ഈ ഒരു ടെറർ അറ്റാക്ക് കോൺഗ്രസിന്റെ ഒരു പരാജയമായിട്ട് തന്നെയാണ് കാണുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു വലിയ പരാജയമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അപ്പം അന്ന് നടന്ന ആ സംഭവം എന്തുകൊണ്ടോ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ അജ്മൽ കസബ് പിടിക്കപ്പെട്ടത് കൊണ്ട് അതിലെ ഒരു ടെറർ ആംഗിൾ എന്താണെന്ന് മനസ്സിലായി. ആ ടെറർ റൂട്ട് എവിടെയൊക്കെ ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെ റാണ ഇപ്പം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും ഒരു പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയമായി തന്നെ കാണണം. കാരണം 2011 ഞാൻ മനസ്സിലാക്കുന്നു ഈ പറഞ്ഞ പോലെ റാണയെ US കോടതി ഈ ഒരു വിഷയത്തിൽ കൺവിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 2014 ശേഷം വന്ന മോദി ഗവൺമെന്റ് ഇതിന്റെ പിറകെ പെർസ്യൂ ചെയ്യുകയും അവരെ കൺവിൻസ് ചെയ്യുകയും പിന്നീട് റാണ ഈ ഒരു കേസിൽ എന്താ പറയുക അയാളുടെ റോള് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഗവൺമെന്റ് സാധിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് റാണ ഇവിടെ ഉള്ളത്. അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു സർക്കാരിന്റെ വിജയമായി തന്നെ വേണം നമ്മൾ ഇതിനെ കാണുക, ഈ ഒരു റാണയുടെ എക്സ്ട്രാഡിഷൻ. ഈ റാണ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. കാരണം അയാളുടെ പേര് തഹാവൂർ ഹുസൈൻ റാണ എന്നുള്ളതാണ്. ഇതിന്റെ സൂത്രധാരനായ ഹെഡ്ലിയും ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷെ ഇവർക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഇത് ഹിന്ദു തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഉദ്ദേശത്തിന് പിന്നിലെ ലക്ഷ്യം എന്തായിരിക്കും? അല്ല, അത് ISIയുടെ ഒരു ബേസിക് സ്ട്രാറ്റജി ആയിരുന്നു. കാരണം ഇത് എന്താ പറയുക, അതിലൊരു മേജർ ISIയുടെ ഒരു മേജർ ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. അതിന്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ആ മേജറിന്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യം മൊത്തം നടന്നതും. ഇതിൽ ഈ പറഞ്ഞ പോലെ റാണയും ഡേവിഡ് ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി നിൽക്കുന്നവർ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നവരായിരുന്നു. റാണ ഇതിന് വേണ്ട എന്താ പറയുക, അവർക്ക് വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇമിഗ്രേഷൻ സർവീസസ്, ഫസ്റ്റ് വേൾഡ് കൺസൾട്ടൻസി എന്ന പേരുള്ള സോ ബേസിക്കലി റാണ എന്ന് പറഞ്ഞത് പോലും പാകിസ്ഥാൻ ആർമിയിലെ ഒരു മെഡിക്കൽ കോപ്സ് ഓഫീസറായിരുന്നു, ക്യാപ്റ്റൻ റാങ്കിലുള്ള ഒരു ഓഫീസറായിരുന്നു. പിന്നീട് അയാൾ കാനഡയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നു. പിന്നെ അമേരിക്കയിൽ പോയിട്ട് തൻ്റെ കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നു. ആ കൺസൾട്ടൻസിയുടെ മാനേജറായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഡേവിഡ് ഹെഡ്ലിയെ ഇങ്ങോട്ട് നിയമിക്കുന്നത്. അങ്ങനെ ഡേവിഡ് ഹെഡ്ലിക്ക് വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നു. ഇയാൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇറക്കി നടത്തിയിട്ട് ഓരോ സ്ഥലങ്ങളും സന്ദർശിച്ച് എവിടെയൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ എന്താ പറയുക, അതിന് വേണ്ട എല്ലാ ലോജിസ്റ്റിക്കൽ സപ്പോർട്ടും മറ്റു രീതിയിലുള്ള സപ്പോർട്ടൊക്കെയാണ് റാണ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ടോട്ടലി ഇതൊരു എന്താ പറയുക, ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ കെട്ടിപ്പണിതെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ, ഇപ്പം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ആർമി ചീഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ട് നമ്മൾ ഹിന്ദുക്കളിൽ നിന്നും വ്യത്യസ്തരാണെന്നുള്ളത്. അപ്പോൾ പാകിസ്ഥാനിന്റെ ഒരു ആർമി ചീഫിന്റെ സ്റ്റേറ്റ്മെന്റ് ആണത്. കാരണം അവരൊരു ഇസ്ലാമിക രാഷ്ട്രമാണെന്നും അവർ ഇസ്ലാം സ്പ്രെഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നും അവർ ഇസ്ലാമിക് ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന, ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളാണെന്നും അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഹിന്ദുക്കളിൽ നിന്നും വ്യത്യസ്തരാണ് എന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആർക്കും പറയാൻ പറ്റില്ലല്ലോ, കാരണം നമ്മളൊരു സെക്യുലർ രാജ്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പാകിസ്ഥാനെ ഒരു ഫ്രണ്ട്ലി നേഷനായി കാണാൻ ശ്രമിക്കുന്ന ആളുകൾ ഇന്നെങ്കിലും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് പാകിസ്ഥാന്റെ ഐഡിയോളജി എന്താണെന്നും പാകിസ്ഥാന്റെ ഫിലോസഫി എന്താണെന്നും പാകിസ്ഥാൻ എന്തുകൊണ്ട് എന്താ പറയുക അങ്ങനെ രാഷ്ട്രം നിർമ്മിക്കപ്പെട്ടു എന്നതും നമ്മൾ മനസ്സിലാക്കണം. അതൊരു ഇസ്ലാമിക് പ്രിൻസിപ്പിളിന്റെ പുറത്ത് മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ്. അപ്പം അവർക്ക് എന്തുകൊണ്ടും നമ്മൾ ശത്രുക്കളാണ്, എല്ലാ കാലത്തും ശത്രുക്കളായിരുന്നു, ഇന്നും ശത്രുക്കളായി തന്നെയാണ് അവർ കാണുന്നത്. അപ്പോൾ ഒരു സിവിലൈസേഷണൽ എനിമിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ടെറർ അറ്റാക്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്.
അതിൽ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഈ ജിഹാദി മൂവ്മെന്റിൽ വിശ്വസിക്കുന്ന ആളുകൾ അതിന്റെ ഭാഗമാകുന്നു. അവർ അതിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്നു. അതിന് അവരെന്താ പറയുക, പല രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കും. അതിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞ് എന്താ പറയുക, നമുക്കതിനെ തടയാൻ സാധിച്ചില്ല. എന്തുകൊണ്ടോ മാത്രമല്ല, തടയാൻ സാധിച്ചില്ല എന്നല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു ആക്ഷൻ എടുത്തതുമില്ല. ഇപ്പം ഉറി അറ്റാക്ക് നടന്നു, നമ്മൾ കൗണ്ടർ അറ്റാക്ക് കൊടുത്തു. പുൽവാമ അറ്റാക്ക്, ദർ വാസ് എ കൗണ്ടർ അറ്റാക്ക്. പക്ഷേ ഈ സമയത്ത് ഇന്ത്യ വളരെ സൈലന്റ് ആയിരുന്നു. നമ്മൾ അറ്റാക്ക് ചെയ്തു. ഈ എന്താ പറയുക, ഇന്റർനാഷണൽ ലെവലിൽ എല്ലാ രാജ്യങ്ങളും നമ്മൾ നോക്കിക്കാണുന്നത് നമ്മൾ ഇതിനൊരു കൗണ്ടർ അറ്റാക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഇന്ത്യ ഒരു പാഠം പഠിപ്പിക്കും, ഇത് ടെററിസത്തിനൊരു അവസാനമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ റിയാക്ഷൻ ഒരു മാതൃകയാവണം എന്ന രീതിയിൽ അന്യരാജ്യങ്ങൾ നോക്കിക്കാണുമ്പോൾ പോലും ഇന്ത്യ സൈലന്റ് ആയിരുന്നു ആ വിഷയത്തിൽ. മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പാക്ട് അന്ന് പാകിസ്ഥാനായിട്ട് സൈൻ ചെയ്തിരുന്നു. ഇറാനിലൊരു പാക്റ്റാണ്. ആ പാക്ട് സൈൻ ചെയ്യുമ്പോൾ അതിലവർ ബലൂചിസ്ഥാനിൽ ഇന്ത്യയുടെ ഒരു പ്രസൻസ് ഉണ്ട് എന്ന് അവർ പറയുന്നതിനെ ഒപ്പുവെച്ച് വരികയായിരുന്നു അന്ന് മൻമോഹൻ സിംഗ് ചെയ്തത്. അപ്പം നമ്മളുടെ എന്താ പറയുക, അനാവശ്യമായ പ്രസൻസ് ബലൂചിസ്ഥാനിലുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാകിസ്ഥാന് സാധിക്കുകയും നമ്മൾ ഇതിനൊരു കൗണ്ടർ റിയാക്ഷൻ കൊടുക്കാതിരിക്കുകയും ഈ വിഷയമായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. പക്ഷെ നേരെ മറിച്ച് ബലൂചിസ്ഥാൻ എന്ന ഒരു ഇഷ്യൂ എടുത്തിട്ട് അവിടെ ഇന്ത്യയെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാക്ട് സൈൻ ചെയ്ത് വന്ന പ്രധാനമന്ത്രിയായിരുന്നു നമുക്ക് അന്നുണ്ടായിരുന്നത്. അപ്പം അതിനെയൊക്കെ വില ഇരുത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഗവൺമെൻറ് എന്തുകൊണ്ടും നമ്മുടെ നാഷണൽ ഇൻറ്റഗ്രിറ്റി, നാഷണൽ സെക്യൂരിറ്റി ഇതിനൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലയിലേക്ക് രാജ്യം എത്തിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഗവൺമെൻറ്റാണുള്ളത്. അപ്പോൾ റാണയെ പോലുള്ള ആളുകൾ ഇനിയും ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും തന്നെ പിടിക്കപ്പെടും. അല്ലെങ്കിൽ ഇതിൽ 166 പേര് കൊല്ലപ്പെട്ട എല്ലാവരും, ഇന്ത്യൻ സിറ്റിസൺസ് ആയാലും അമേരിക്കൻസ് ആയാലും യൂറോപ്യൻസ് ആയാലും അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് തന്നെ ജസ്റ്റിസ് ലഭിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, ഞാനൊരു ചോദ്യം ഇവിടെ, ഈ ഭീകരാക്രമണം നടന്ന സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്. അങ്ങനെയാണെങ്കിൽ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കോൺഗ്രസ് കൊടുക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഈ റാണ ഇന്ത്യയിലൊരു വ്യവസായം തുടങ്ങാനായിട്ട് വരുന്നു. ആ വ്യവസായം തുടങ്ങാൻ വരുമ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അതിന് അനുമതി കിട്ടുന്നു. പ്രത്യേകിച്ച് ഒരു പാകിസ്ഥാൻ പൗരനാണ്, പിന്നീട് കനേഡിയൻ പൗരത്വം എടുത്ത ആളാണ്. റാണയുടെ അച്ഛൻ പാകിസ്ഥാനിലെ നയതന്ത്ര പ്രതിനിധിയാണ്. മൊത്തത്തിൽ പാകിസ്ഥാനുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ ഇന്ത്യയിലേക്ക് ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാനായി വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ അതിൽ കൂടുതൽ കരുതൽ എടുക്കേണ്ടതല്ലേ? അപ്പോൾ എവിടെയോ ഒരു വീഴ്ച കോൺഗ്രസ് സർക്കാരിന് പറ്റിയിട്ടില്ലേ? തീർച്ചയായും വലിയൊരു വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം റാണയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരിക്കലും നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ രാജ്യത്തൊരു എസ്റ്റാബ്ലിഷ്മെന്റ്, അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലുള്ള എന്താ പറയുക, ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസി എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടൊരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടന്നില്ല? എന്തുകൊണ്ടൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടന്നില്ല? ഈ പറഞ്ഞ പോലെ ഡേവിഡ് ഹെഡ്ലിയുടെ കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. കാരണം പേരൊക്കെ മാറ്റി. മാത്രമല്ല, അമേരിക്കൻ പാസ്പോർട്ടിൽ നമ്മുടെ അച്ഛൻ്റെ പേരോ അല്ലെങ്കിൽ പേര് മാറ്റിയതൊന്നും റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ ഒരു പക്ഷേ ഡേവിഡ് ഹെഡ്ലിയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം, പാസ്പോർട്ട് വെച്ചിട്ട് പറ്റിച്ചാണ്. പക്ഷേ റാണ ഒരു സ്ഥാപനം തുടങ്ങുന്നു മുംബൈയിൽ, അതിൻ്റെ മാനേജറായിട്ട് ഇയാൾ അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടന്നിട്ടില്ല. അതൊരു സെക്യൂരിറ്റി ബ്രീച്ചാണ്, ഒരു സെക്യൂരിറ്റി ചെക്കിന്റെ ഫെയിലിയർ ആണ് ബേസിക്കലി. സോ അവിടെ ഒരു വലിയ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. അത് ഫെയിലിയർ ആണോ, നമ്മൾ മനഃപൂർവ്വം സഹായിക്കാൻ ചെയ്തു കൊടുത്തതാണെന്ന് നമ്മൾ അനുമാനിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ തീർച്ചയായും ചിന്തിക്കാമല്ലോ. കാരണം ഈ പറഞ്ഞ പോലെ റാണയുടെ നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ റാണയ്ക്കും ഡേവിഡ് ഹെഡ്ലിക്കും ഒക്കെ ഇവിടെ വലിയൊരു തോതിലുള്ള നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം വന്ന് ഞാൻ പല എന്താ പറയുക, ഗോസിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, റിയാലിറ്റി ആണെന്ന് എനിക്കറിയില്ല. കാരണം അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പ്രൂഫില്ല. കേരളത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പലരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ ബന്ധം, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഒരാളുടെ ബന്ധം. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാനും അവർക്ക് എങ്ങനെ സാധിച്ചു ബേസിക്കലി? സോ ഓൾറെഡി ആരോ ഒന്ന് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം എന്നുകൂടെ ചിന്തിക്കേണ്ടതാണ്. ബേസിക്കലി അന്വേഷണം ആ രീതിയിലൊക്കെ പോകേണ്ടതാണ്. അപ്പം ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മേ ബി ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇനി ലോകം ഞെട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഡേവിഡ് ഹെഡ്ലിക്ക് മഹേഷ് ഭട്ടിന്റെ മകനൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അവർ ഒരുപാട് കാലം, അതായത് ഈ അറ്റാക്ക് നടന്നതിന് ശേഷം പോലും അവർ ഇമെയിൽ എക്സ്ചേഞ്ചസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ എങ്ങനെ സ്ഥാപിക്കാൻ സാധിച്ചു? ഇങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് ഒരു രാജ്യത്ത് വന്നിട്ട് ഒരു സ്ഥാപനം തുടങ്ങുക, അതിൻ്റെ മാനേജറായിട്ട് ഡ്യൂട്ടി ചെയ്യുക, മാത്രമല്ല റെക്കി നടത്തുക. ഈ റെക്കി നടത്തുന്നത് അതായത് ലാൻഡ് ഏരിയ കവർ ചെയ്യുന്നു, കോസ്റ്റൽ ഏരിയ കവർ ചെയ്യുന്നു. അവിടെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പാകിസ്ഥാൻ്റെ നേവിയുടെ ഫ്രോഗ്മാൻ ആണ് എല്ലാ ഇൻഫർമേഷനും കൊടുക്കുന്നത് മറുഭാഗത്തുനിന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റി. ഇത്രയും എന്താ പറയുക, കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ അയാൾക്ക് എല്ലാം ചെയ്തെടുത്തിട്ട് തിരിച്ചു പോകാൻ പറ്റി. എന്നിട്ട് ടെറർ ഓപ്പറേഷൻ നടത്താനും സാധിച്ചു. അപ്പം തീർച്ചയായിട്ടും ഇതിനുള്ളിലുള്ള ആളുകളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും നടക്കില്ല. കാരണം ഒരു കോമൺ സെൻസിന്റെ കാര്യമാണത്. അപ്പം എങ്ങനെ അത് സാധിച്ചു എന്നതാണ് ഇനി നമ്മൾ
അറിയാനിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ NIA ചോദ്യം ചെയ്യലിലൂടെ സത്യങ്ങൾ കൂടുതൽ പുറത്തു വരട്ടെ. വളരെ നന്ദി.